വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ കുറച്ച് ദിവസങ്ങളായി ഉക്രൈൻ്റെ ആധിപത്യമായിരുന്നു യുദ്ധഭൂമിയിൽ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റഷ്യയുടെ കേഴ്സ്ക് പ്രദേശത്തെ പ്രവർത്തനക്ഷമതയുള്ള 2 ആണവ നിലയങ്ങൾ തകർക്കാൻ ഉക്രൈൻ ശ്രമം നടത്തിയിരുന്നു. അതേപോലെ തന്നെ റഷ്യയിലെ ഒരു എണ്ണ സംഭരണ കേന്ദ്രവും ഉക്രൈൻ തകർത്തിരുന്നു. ലോകത്തിലെ 2ാമത്തെ സൈനിക ശക്തിയായ റഷ്യയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് ഉക്രൈൻ റഷ്യൻ മണ്ണിലേക്ക് കടന്നു കയറിയത്. എന്നാൽ ഇപ്പോൾ റഷ്യ ഉക്രൈനിൽ കനത്ത വ്യോമാക്രമണം നടത്തുകയാണ്. റഷ്യ ഇന്നലെ ഉക്രൈനിലെ കീവിന് തൊട്ടടുത്തുള്ള ഹൈഡ്രോ പവർ പ്ലാന്റ് ആക്രമിച്ചു. കീവിന്റെ മേയർ പറയുന്നത് റഷ്യയുടെ ആക്രമണത്തെ തുടർന്ന് നഗരത്തിൽ വൈദ്യുതിയും വെള്ളവും തടസ്സപ്പെട്ടുവെന്നാണ്. റഷ്യ പറയുന്നത് റഷ്യൻ മിലിറ്ററി ലക്ഷ്യമിടുന്നത് ഉക്രൈൻ മിലിറ്ററിയുമായി ബന്ധമുള്ള അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെയാണ്. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി പറഞ്ഞത് റഷ്യയുടെ ആക്രമണത്തിൽ എനർജി മേഖലയിൽ ധാരാളം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ്. എന്നാൽ പവർ കട്ട് സംഭവിച്ച എല്ലായിടത്തും അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനയും മറ്റും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് സെലൻസ്കി അറിയിച്ചു. അതേസമയം നോർത്ത് വെസ്റ്റേൺ ഉക്രൈൻ ലെറ്റിസ് സിറ്റിയിലെ റെസിഡൻഷ്യൽ ബിൽഡിംഗിൽ റഷ്യൻ ഡ്രോൺ ഇടിച്ച് ഒരാൾ കൊല്ലപ്പെട്ടു. ഒരു ഔദ്യോഗിക റിപ്പോർട്ട് അനുസരിച്ച് 15 ഇടങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ 7 പേർ കൊല്ലപ്പെട്ടു എന്നാണ് അറിയപ്പെടുന്നത്. റഷ്യൻ ആക്രമണവും ഇസ്രായേലിന്റെ ആക്രമണവും തമ്മിലുള്ള വലിയ വ്യത്യാസം ഇവിടെ കാണാനാവും. ഈ 15 ആക്രമണം ഗസയിലായിരുന്നെങ്കിൽ കുറഞ്ഞത് 500-ലധികം പേരെങ്കിലും കൊല്ലപ്പെടുമായിരുന്നു. അത്രയും ഭീകരമായ ആക്രമണം തന്നെയായിരുന്നു റഷ്യ നടത്തിയത്. എന്നിട്ടും റഷ്യൻ മരിച്ചത് വെറും 7 പേരാണ്. അതിനർത്ഥം റഷ്യ സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുന്നില്ല എന്നതാണ്. മറിച്ച് ഇസ്രായേലിന്റെ ലക്ഷ്യം സിവിലിയൻസ് ആണ് എന്നുള്ളതാണ്. ഇവിടെ റഷ്യയുടെ എതിർഭാഗത്തിന് അഥവാ ഉക്രൈന് അമേരിക്ക അടക്കം വൻ ശക്തികളുടെ ആയുധവും സൈനിക സഹായവും ഉണ്ട്. ഈ മാസത്തിലെ ഏറ്റവും വലിയ ആക്രമണമാണ് റഷ്യ നടത്തിയത്. തെക്ക് ഒഡീഷയിലും പടിഞ്ഞാറും ശക്തമായ മിസൈൽ ആക്രമണങ്ങൾ റഷ്യ നടത്തി. നിപ്രോ സിറ്റിയിൽ ജലവിതരണം നിലയ്ക്കുകയും വൈദ്യുതി ബന്ധം ഇല്ലാതാവുകയും ചെയ്തു. തലസ്ഥാന നഗരിയുടെ വടക്ക് ഭാഗത്തുള്ള ഹൈഡ്രോ പവർ പ്ലാന്റ് ആക്രമിക്കപ്പെട്ടു. ഈ ആക്രമണത്തിൽ അണക്കെട്ടിന്റെ ജലസംഭരണി എങ്ങാനും തകർന്നിരുന്നെങ്കിൽ തലസ്ഥാനത്തിന്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളും വെള്ളത്തിലാവുകയും അത് വലിയൊരു ദുരന്തമായി മാറുകയും ചെയ്യുമായിരുന്നു. ഉക്രൈൻ റഷ്യയുടെ ആണവ നിലയങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അതേപോലെ ദുരന്തം വിതയ്ക്കാൻ കഴിയുന്ന ഡാം തകർക്കാൻ റഷ്യ ശ്രമിച്ചു. ഏത് സംഭവിച്ചാലും ഇല്ലാതാവുക നിരപരാധികളായ ഒരു കൂട്ടം മനുഷ്യരുടെ ജീവനാണ്. എന്നാൽ അതിവിദഗ്ധമായി തന്നെ വളരെ വേഗത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും വൈദ്യുതിയും ജലവിതരണവും പുനഃസ്ഥാപിക്കാനും ഉക്രൈന് സാധിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. റഷ്യൻ സൈന്യം പറയുന്നത് തെക്കൻ പ്രദേശങ്ങളിൽ നിന്നും ഉക്രൈന്റെ 20-ലധികം വരുന്ന ആക്രമണ ഡ്രോണുകൾ തകർത്തു എന്നാണ്. അതേസമയം ഉക്രൈൻ അവകാശപ്പെടുന്നത് 20 അറ്റാക്കിംഗ് ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യയിലെ 7 പ്രദേശങ്ങൾ ആക്രമിച്ചു എന്നാണ്. അതിലൊരു പ്രദേശം കിഴക്കൻ ഉക്രൈനിൽ നിന്നും 900 കിലോമീറ്റർ അകലെയുള്ള സരറ്റോവ സിറ്റിയാണ്. ഈ സിറ്റിയിലെ ലക്ഷ്യമാക്കി അയച്ചത് 9 ഡ്രോണുകളായിരുന്നു. അതിൽ 2 എണ്ണം ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗിൽ ആക്രമണം നടത്തുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിലൊരു സ്ത്രീയുടെ നില അതീവ ഗുരുതരമാണ്. മറ്റൊരു ആക്രമണം നടന്നത് റഷ്യയിലെ ഇംഗിൾസ് സിറ്റിയാണ്. അവിടെ റഷ്യക്ക് മിലിറ്ററി ബേസ് ഉണ്ട്. എന്നാൽ അവിടെ എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമായി അറിയില്ല. പിന്നീടുള്ള ഉക്രൈന്റെ മുന്നേറ്റം റഷ്യൻ നഗരമായ കേഴ്സ്കിന് നേരെയാണ്. ഉക്രൈൻ പറയുന്നത് അവിടെ 3 സെറ്റിൽമെന്റുകൾ നടത്തിയെന്നാണ്. ലോകത്തിലെ 2ാമത്തെ വലിയ സൈനിക ശക്തിയായി അറിയപ്പെടുന്ന റഷ്യയാണ് ഇപ്പോൾ ഉക്രൈന് മുന്നിൽ പതറിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു നിലയ്ക്ക് ഏതൊരു വലിയ ശക്തിയുമുള്ള പാഠമാണ്. അതേസമയം ലോകത്തിനുള്ള ഭീഷണിയുമാണ്. ഇവിടെ റഷ്യയെ പരാജയപ്പെടുത്താൻ അമേരിക്കയും നാറ്റോ ശക്തികളും ഉക്രൈന്റെ കൂടെയുണ്ട്. അവർ എല്ലാ നിലക്കുമുള്ള ആയുധങ്ങളും സൈനിക സഹായങ്ങളും നൽകുന്നുണ്ട് ഉക്രൈന് റഷ്യയെ തകർക്കാൻ. ഉക്രൈൻ നാറ്റോ രാജ്യങ്ങളിൽ അംഗമല്ലാതിരുന്നിട്ടും യുദ്ധവരിയിൽ റഷ്യയോടുള്ള പകയിൽ ഉക്രൈനെ തോളോട് ചേർന്ന് നിന്ന് സഹായിക്കുകയാണ് അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും. വ്ളാദിമിർ പുടിൻ ദുരഭിമാനിയായ ഒരു മനുഷ്യനാണ്. ഉക്രൈനെതിരെ തന്റെ ആവനായിലെ എല്ലാ അസ്ത്രങ്ങളും ഉപയോഗിച്ചിട്ടും തകർക്കാൻ കഴിയാതെ നിസ്സഹായമായി നിൽക്കുകയാണ് ഇപ്പോൾ റഷ്യയുടെ ഈ പോക്ക് തുടരുകയും റഷ്യ പരാജയവിധി മുന്നിൽ കാണുകയും ചെയ്താൽ അതൊരു പക്ഷേ ഉക്രൈന് മാത്രമല്ല നാറ്റോ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും തന്നെ നാശത്തിന് കാരണമാകും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അണവായുധമുള്ള രാജ്യമാണ് റഷ്യ. ഈ ലോകം മുഴുവൻ നശിപ്പിച്ചാലും പിന്നെയും ബാക്കിയാവുന്നത്ര അണവായുധ ശേഖരമുണ്ട് റഷ്യക്ക്. അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും ഉക്രൈനെ മൂപ്പിച്ച് റഷ്യയെ നാണം കെടുത്താൻ ശ്രമിച്ചാൽ റഷ്യ അവസാനമായി ചെയ്യുക ആണവായുധങ്ങൾ ഉപയോഗിക്കുകയായിരിക്കും. അവിടെയാണ് അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും ഉക്രൈനും ചേർന്ന് റഷ്യയെ കൊണ്ടെത്തിക്കാൻ പോകുന്നത്.
റഷ്യ ഉക്രൈനിൽ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ശക്തമായി അപലപിച്ചു. റഷ്യ ഇത്രയും വലിയൊരു ആക്രമണം നടത്തിയിട്ടും കൊല്ലപ്പെട്ടത് വെറും 7 പേർ മാത്രമാണ്. പക്ഷേ എത്ര പെട്ടെന്നാണ് ലോക പോലീസ് അതിനെ അപലപിച്ചത്. അതേസമയം 10 മാസത്തെ ക്രൂരമായ ആക്രമണം ഗസയിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടും 40,000-ത്തിലധികം വരുന്ന മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടും അമേരിക്ക ഒരിക്കൽ പോലും ആക്രമണത്തെ അപലപിച്ചിട്ടില്ല. അതാണ് അമേരിക്ക.